തൃശൂർ ജില്ലയിലെ ചെമ്മന്നൂർ എന്ന സ്ഥലത്ത് ഒരു ഹിന്ദു യുവാവ് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചു. അത് ഇന്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് നിയമപരമായി വിവാഹം കഴിച്ചു. അപ്പോഴുണ്ടായ കോലാഹലങ്ങളാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഒരു വോയിസ് മെസ്സേജുമുണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു മദ്രസ പൊട്ടൻ്റെ. അതുകൂടി നിങ്ങൾ കേൾക്കണം, എന്നാലേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. അസ്സലാമു അലൈക്കും. വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ സമുദായത്തിൽപ്പെട്ടൊരു സഹോദരി ഒരു RSSകാരനായ നമ്മുടെ നാട്ടുകാരനായ ഒരു RSSകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ്. അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് 8 മാസത്തോളമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ നമ്മുടെ കുടുംബത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിൻ്റെയൊക്കെ കുറേയൊക്കെ ഉത്തരവാദികൾ നമ്മളോ അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയല്ലേ? ഇപ്പോൾ ഈ പ്രജിയുടെ വിഷയം തന്നെ എടുത്തു നോക്കി നോക്കാം. ഈ പ്രജിയെ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ആരാണ്? ശരിക്ക് നമ്മുടെ ആളുകളാണെന്നുള്ളതാണ് സത്യം. അവനക്ക് ഈ വീടുമായി കുടുംബവുമായി ബന്ധപ്പെടാനുള്ള ആ ചുറ്റുവട്ടത്തുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏട്ടമൊരുക്കി കൊടുത്ത ആളുകൾ നമ്മളിൽപ്പെട്ട ആളുകളാണ്, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവനവിടെ പോത്തിൻ്റെ ബിസിനസ്, അതേപോലെ തന്നെ വാഴക്കൃഷി, അതേപോലെ തന്നെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇടം നൽകിയത്, സ്ഥലങ്ങൾ അനുവദിച്ച് നൽകിയത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ മുതലെടുത്തിട്ട് ആണ് ഇത്തരം ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകളെ പഴപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. RSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSSൽ നല്ലത് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. RSS പൂർണ്ണമായിട്ടും എല്ലാവരും ചീത്ത തന്നെയാണ്. ചീത്തയായിട്ടുള്ള ആളുകൾക്കാണ്, ദുഷ്ട മനസ്സുള്ള ആളുകൾക്കാണ് RSS ആകാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാതെ അവൻ RSS ആണെങ്കിലും നല്ലതാണ്, നല്ലോനാണ് എന്നുള്ള ഒരു ചിന്താഗതി ആദ്യം നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. മുസ്ലിങ്ങൾക്കിടയിൽ, ഹിന്ദു സമുദായത്തിനിടയിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. അത്തരം ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നല്ലാതെ ഇത്തരം നികൃഷ്ട ജീവികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മളെ മക്കളോട്, നമ്മളെ സഹോദരിമാരോട്, നമ്മുടെ ഉമ്മാരോട് എത്ര പേരോട് നമ്മൾ RSSനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് മനസ്സിലാവും RSS എന്താണെന്നുള്ളത് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് അറിയോ? ഇല്ല. RSS എന്താണെന്നും അവരുടെ അജണ്ട എന്താണെന്നും അവർ മുസ്ലിം സമുദായത്തിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളെ വശീകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും നമ്മുടെ കുടുംബത്തിൽ ഒരു സ്ത്രീകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? നമ്മൾ സ്വയം ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് അവസ്ഥ, എൻ്റെ കുടുംബത്തിൽ എന്താണെന്ന അവസ്ഥ എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കി. നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് RSS എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ സാധനം എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മളാണ് അതിലെ പൂർണ്ണമായും കുറ്റക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ RSS എന്താണെന്നും ഇവരുടെ അജണ്ട എന്താണെന്നും അവർ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വംശഹത്യയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇതേപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ വശീകരിച്ചിട്ട് അവരുടെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് നാം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യം നൽകേണ്ടതുണ്ട്. അവരെ അതിൽ ഉത്ബുദ്ധരാക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്, അല്ലാതെ പുറത്തുനിന്ന് ആരും വന്നിട്ട് അത് ചെയ്യൊന്നുമില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ട ബാധ്യതകൾ ആദ്യം നിറവേറ്റുക. എന്നിട്ടും വരുമ്പോഴല്ലേ അത് വിധിക്ക് വിടുക. നമ്മളിതൊന്നും ചെയ്യാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വന്നിട്ട് ആകെ ഇതായി അല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട സംഗതി ഉണ്ട്. നമ്മൾ ഈ RSSൻ്റെ ആളുകൾ ശക്തരായ പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെയാണ് വെച്ചെങ്കിലും ചെമ്മന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് അത് നമ്മളെ മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായത്തിലെ സമ്പത്താണ് ഇവരുടെ അന്നം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സമ്പത്ത് അത് പണിയെടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. എങ്കിലും നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർ നമുക്ക് പണി ചെയ്ത് തരുന്നുണ്ട്, അത് വേറെ
പ്രശ്നം. പക്ഷേ നമ്മളെ സമ്പത്ത്, അള്ളാഹു നൽകിയ സമ്പത്ത്, അത് ഏത് വിധത്തിലാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് അത് വിനിയോഗിക്കാനുള്ള അവകാശം നമുക്കാണ്. അത് ഏത് രീതിയിൽ വിനിയോഗിക്കണം, ആരെ കൈകളിലേക്ക് എത്തിപ്പെടണമെന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. അപ്പോൾ അള്ളാഹു നൽകിയ സമ്പത്ത്, നമ്മൾ ദീന് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അന്തസ്സ് തന്നെയാണ്. അതിൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്ത്, അള്ളാഹു നൽകിയ സമ്പത്ത്, അത് ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദീനിൻ്റെ ശത്രുവിൻ്റെ കൈകളിലേക്ക് നമ്മുടെ സമ്പത്ത് ഒരിക്കലും എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളല്ല. അമുസ്ലിങ്ങളിൽ നല്ല സഹോദരന്മാരുണ്ട്, നല്ല രീതിയിൽ നമ്മളോട് ഇടപഴകുന്ന, നമ്മളോട് നല്ല രീതിയിൽ സഹവർത്തിത്വം പുലർത്തുന്ന നല്ല ആളുകളുണ്ട്. അവരുടെ കൈകളിലേക്ക് നമ്മളെ സമ്പത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാത്ത ഇത്തരം RSS തെമ്മാടികളുടെ കൈകളിലേക്ക് നമ്മുടെ സമ്പത്ത് ഒരിക്കലും പോകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മുടെ ചിന്തയിൽ ഈ ഒരു സംഗതി എപ്പോഴും വരേണ്ടതുണ്ട്. നമ്മൾ ഒരു 10 രൂപ ചെലവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രൂപ ചെലവാക്കുകയാണെങ്കിൽ, അത് RSSകാരൻ്റെ കൈകളിലേക്ക്, സംഘപരിവാര പുത്രൻ്റെ കൈകളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രജിയുടെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ കുടുംബത്തെ സാമ്പത്തികമായി തളർത്താൻ ചമ്മന്നൂരിലെ മുസ്ലിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രജിയുടെ കുടുംബത്തെ സാമ്പത്തികമായി തളർത്തുവാൻ നമുക്ക് സാധിക്കും. അതുവഴി ഇത്തരത്തിൽ ചിന്താഗതിയുമായി നടക്കുന്ന, ഇനി ചാടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഭീതിയോ അതല്ലെങ്കിൽ ഒരു ചിന്തയോ ഇട്ടുകൊടുക്കാൻ ഈ ഒരു സംഭവം നമുക്ക് നിമിത്തമാകേണ്ടതുണ്ട്. നമ്മൾ ഇവനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇവന് നാളികേര ബിസിനസ്സാണ്. ഇവിടെ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നാടുകളിൽ നിന്ന് നാളികേരം ശേഖരിച്ച് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ബിസിനസ്സാണ് ഇവിടെ. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ അറിവിൽപ്പെട്ട ഒരാളുടെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ ചുറ്റുവട്ടത്ത്, ചമ്മന്നൂരിൽ നിന്നല്ല, ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവന് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽപ്പെട്ട, നമ്മുടെ അറിവിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് പോലും നാളെ മുതൽ ഒരു നാളികേരം ഇവൻ്റെ അന്നമാവാൻ പാടില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് മുടക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇന്ന സംഗതികളാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിന് തടയിടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതേപോലെ തന്നെ ഈ കുടുംബത്തിന് ഒരു പച്ചക്കറി കട ചമ്മന്നൂർ സെൻറ്ററിലുണ്ട്. നിവൃത്തികേട് കൊണ്ട് 2 അടി നടക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയിട്ടാണ് അത് കിട്ടുമെങ്കിൽ പോലും, ഒരു കറിവേപ്പില പോലും ആ കടയിൽ നിന്ന് മേടിക്കരുത് എന്നുള്ള ശപഥം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ സാമ്പത്തികമായി, പിന്നെ അതേപോലെ തന്നെ ഇവൻ്റെ സഹോദരന്മാരുടെ ഫീൽഡുകളിൽ ഒരു ജ്യേഷ്ഠനുള്ളത് ഷീറ്റ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലാണുള്ളത്. അവനെ സാമ്പത്തികമായിട്ട് നമ്മുടെ പൈസ ഇത്തരം തെമ്മാടികളുടെ കൈകളിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്തിനാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്ക് തീരുമാനമെടുക്കാമല്ലോ. നമ്മുടെ സമുദായത്തെ ഇത്തരത്തിൽ കരിവാരി തീർക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ്. അല്ലാതെ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു പ്രേമത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേക ഒരു ഇഷ്ടത്തിൻ്റെ കാര്യത്തിലോ സംഭവിച്ചിട്ടില്ല. ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മൾ ഈ കാര്യത്തെ ഗൗരവത്തോടെ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുക. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, RSSൻ്റെ ശക്തി കുറച്ച് ദീർഘമായി പോകും ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. RSSൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്, ചമ്മന്നൂരിലെ RSSൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പട്ടിക്കര കോളനിയാണ്. ഈ പട്ടിക്കര കോളനിയിലുള്ള മിക്കവാറും ആളുകളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പട്ടിക്കരയിൽ ജോലി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചമ്മന്നൂരിൽ RSSൻ്റെ സഹയാത്രികർ, RSSൻ്റെ പ്രവർത്തകർ, ഒരുപാട് ആളുകൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ തൊഴിലുകൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾക്ക് ഒരു 2 കട്ടയുടെ പണിയാണെങ്കിൽ പോലും അത് ഒരു RSSകാരനെ കൊണ്ട് വിളിച്ച് ചെയ്യിക്കാതിരിക്കുക. അല്ലെങ്കിൽ RSSകാരൻ പണിയെടുക്കുന്ന കോൺട്രാക്ടർക്ക് ആ പണി കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ RSSകാരനെ, അല്ലെങ്കിൽ RSSൻ്റെ ശക്തനായ പ്രവർത്തനം അല്ലെങ്കിൽ പോലും അനുഭാവിയാണെങ്കിലും അത് വിഷമാണെന്ന് മനസ്സിലാക്കുക. അത്തരം അനുഭാവികൾക്ക് പോലും ഒരു ചെറിയ പണി പോലും നമ്മൾ കൊടുക്കാതിരിക്കാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ ചമ്മന്നൂരിലെ RSSനെ സാമ്പത്തികമായി തളർത്താൻ നമുക്ക് കഴിയണം. ഇങ്ങനെ RSS സാമ്പത്തികമായി തളർന്നു കഴിഞ്ഞാൽ, പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിവരം മനസ്സിലാവും. അവർ ചിന്തിക്കാൻ തുടങ്ങും. ഇത്തരത്തിൽ മുന്നോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ഗുണമില്ലെന്നുള്ള അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ നന്നാവാൻ സാധ്യതയുണ്ട്. അതിനുള്ളൊരു ശ്രമം, പിന്നെ അതേപോലെ തന്നെ ശക്തമായ
ശക്തമായൊരു തീരുമാനം, നമ്മുടെ ദൃഢപ്രതിജ്ഞ എന്നുള്ള നിലക്ക് വേണ്ടത്, നമ്മുടെ ദീനിൻ്റെ ശത്രുവിൻ്റെ കൈകളിലേക്കാണ് നമ്മളെ സമ്പത്ത് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സമ്പത്ത് കൊണ്ട് അവർ പണിയെടുത്തിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത്, അവർ വാങ്ങിക്കുന്നതെങ്കിലും നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മളുടെ ഒരു നിസ്സംഗത കൊണ്ട് ഈ സമ്പത്ത് പോകുന്നത് അവരുടെ കൈകളിലേക്കാണ്. ആ സമ്പത്ത് കൊണ്ട് അവർ ദീനിനെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പണികൾ RSSുമായി അനുഭാവമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ RSSൻ്റെ പ്രവർത്തകർക്ക് കൊടുക്കാതിരിക്കുക. അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ തന്നെ നല്ലവരായിട്ടുള്ള വേറെ ആളുകളുണ്ട്, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവർക്കൊക്കെ കൊടുക്കുക. അത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു രൂപയുടെ ഒരു ക്രയവിക്രയം നടത്തുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരും ഇത്തരം ഒരു ചിന്താഗതി മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ നമ്മുടെ സമ്പത്ത്, അള്ളാഹു നൽകിയ അനുഗ്രഹം, അതൊരിക്കലും ദീനിൻ്റെ ശത്രുവിൻ്റെ കൈകളിലേക്ക് എത്തരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ചെറിയ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ അപാകതകളുണ്ടാകാം, ചിലപ്പോൾ പാളിച്ചകളൊക്കെ ഉണ്ടാവും. നിങ്ങളത് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സവിനയം പേഴ്സണലായിട്ടെങ്കിലും വന്നിട്ട് പറഞ്ഞു തരണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾ ഇത് ചെറിയ അഭിപ്രായങ്ങളാണ്, നിങ്ങളിത് സ്വീകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗലോകത്ത് 72 ഹൂറികളെയും സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മദ്രസ പൊട്ടനാണ് ഈ സംസാരിക്കുന്നതെന്ന് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകും. ചെമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പോലും അവന് ചമ്മന്നൂർ എന്നാണ് അവൻ പറയുന്നത്. മദ്രസ പ്രോഡക്റ്റിന് ഇതുപോലെ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. RSSലുള്ളവരെല്ലാവരും തെമ്മാടികളാണെന്നാണ് ഈ പ്രോഡക്റ്റ് സംസാരിക്കുന്നത്. RSSകാരെല്ലാവരും തെമ്മാടികളാണെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും മന്ത്രിസഭയിലെ ഭൂരിപക്ഷം പേരും തെമ്മാടികളാണെന്ന് അവൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. അതായത് RSSൽ ആരും തന്നെ നല്ലവരില്ല, പിന്നെ അവരുടെ സ്ത്രീകൾക്ക് RSSനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. RSSനെ കുറിച്ച് അറിയുവാൻ ശ്രമിച്ചാൽ അവരുടെ സ്ത്രീകളിൽ ആരും തന്നെ പിന്നെ അവരെ വിവാഹം കഴിക്കുകയില്ല. പിന്നെ RSSകാരെ വിവാഹം കഴിക്കൂ, കാരണം അവർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലനിൽക്കുന്നവരാണെന്ന് അവരെ നല്ലവണ്ണം മനസ്സിലാക്കിയാൽ അറിയാം. ആരും തന്നെ അതിൽ തെമ്മാടികളുള്ളതായി എൻ്റെ അറിവിലില്ല. ഇനി അത്തരത്തിൽ RSSകാരെ ഇവർ മനസ്സിലാക്കുവാനുള്ള കാരണം ഇവർക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഈ തീവ്രവാദ വിദ്യാഭ്യാസമാണ്. 72 ഖൂറികളെയും സ്വപ്നം കണ്ട് നാടിനെ മുഴുവൻ നശിപ്പിക്കുവാൻ നടക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള ഇവനെ പോലുള്ള ഇസ്ലാമിസ്റ്റുകളാണ് ഈ നാടിൻ്റെ നാശം. ഒരു ഹിന്ദു യുവാവ് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടിയെ നിയമപരമായി ഇന്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് അവൻ വിവാഹം കഴിച്ചാൽ അതിൽ ഒരു തെറ്റുമില്ല. ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ അത് ഇന്ത്യൻ നിയമത്തെ തന്നെ അനുസരിച്ചുകൊണ്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. അതിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ മദ്രസ പ്രോഡക്റ്റ് സംസാരിക്കുന്നത്. അതുകൂടാതെ ഒരു ഹിന്ദു യുവാവ് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചാൽ പിന്നെ അവനെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തണമെന്ന് ഇവൻ പറയുന്നു. അത് തന്നെ രാജ്യവിരുദ്ധമായ കാര്യമാണ്. അവർ നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ ഈ സാമ്പത്തിക ജിഹാദ് അല്ലെങ്കിൽ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. അതായത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രത്യേകിച്ച് മറ്റു മതവിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളെ പൂട്ടിക്കുവാനുള്ള ഒരു സാമ്പത്തിക ജിഹാദ് ഇന്ത്യയിലൊട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിലെ മാർക്കറ്റുകളിൽ അവർ നടപ്പാക്കി കഴിഞ്ഞു. അത് നമ്മളുടെ മാർക്കറ്റിൽ ഒന്ന് കണ്ണോടിച്ചാൽ ഏത് പൊട്ടനും മനസ്സിലാകും. അത് മനസ്സിലാകാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾക്ക് മാത്രമാണ്. അത്രയും വിവരദോഷികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ. ഇനി ലോകത്തുള്ള സ്വത്ത് മുഴുവൻ അള്ളാഹുവിൻ്റേതാണെന്ന് അവൻ വിളിച്ചു പറയുന്നു. ഭാരതത്തിലെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റി അധർമ്മത്തിലൂടെ മറ്റുള്ള സ്വത്തുക്കൾ പിടിച്ചു പറിച്ചു മേടിച്ചതും. ഇനി മലപ്പുറം ജില്ലയുടെ ചരിത്രമെടുത്താൽ 1921 കലാപത്തിൽ പല കുടുംബങ്ങളുടെയും സ്വത്തുക്കൾ ബലമായി പിടിച്ചെടുക്കുകയും അവരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയതും ഈ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ സ്വത്തുണ്ടാക്കിയത് ഒരെണ്ണമെങ്കിലും ഇവരുടെ സമുദായത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒരു തൊഴിൽ ജിഹാദ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ജോലിയിൽ മതപരമായ റിസർവേഷൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 16(4) പ്രകാരം മതപരമായ റിസർവേഷൻ പാടില്ല. ഒരു മതത്തിൽ ജാതി ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ
സംവരണത്തിന് അർഹതയുള്ളൂ എന്ന് ഭരണഘടന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് 12% റിസർവേഷനാണ് ഗവൺമെൻറ് ജോലിയിൽ അവർക്ക് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ നിയമസഭയിലെ കണക്കനുസരിച്ച് 13% നൽകിക്കഴിഞ്ഞു. അതുകൂടാതെ ഇപ്പോൾ പോലീസിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. ഇതെല്ലാം ഭരണഘടനയുടെ ലംഘനമാണ്. ഇതെല്ലാം ചോദിക്കാൻ ഇവിടെ ഹിന്ദുവിന് വേണ്ടി ആരുമില്ല. ഹിന്ദു വോട്ട് ചെയ്യുന്നവരെല്ലാം നിയമസഭയിൽ ചെന്നാൽ മുസ്ലിമിന് വേണ്ടി സംസാരിക്കുന്നു. അത്രയും അധപ്പതിച്ച ജന്മങ്ങളാണ് ഇവിടെ നിന്ന് ഹിന്ദു നാമധാരികളായി നിയമസഭയിലിരിക്കുന്ന നോക്കുകുത്തികൾ. മതേതരത്വം തലക്ക് പിടിച്ച കുറെ പൊട്ടന്മാരെ നിയമസഭയിലേക്ക് അയക്കുന്നു. അതായത് നിഷയെ പോലുള്ള അനേകം ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ ഇവർ കൊണ്ടുപോയപ്പോഴും ഇവിടുത്തെ പല അച്ഛനമ്മമാരുടെയും ഹൃദയം പൊട്ടിയിരുന്നു. അഖിലയെ കൊണ്ടുപോയി ഹാദിയയാക്കി മാറ്റിയപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വേദനയൊന്നും നീ മനസ്സിലാക്കിയില്ല. ഇസ്ലാം മതത്തിൽ പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചതിന് അവനെ സാമ്പത്തികമായി തകർത്ത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ ജിഹാദിനെതിരെ പ്രതികരിക്കേണ്ടത് ഹിന്ദുക്കളാണ്. ഓരോ ഹിന്ദുക്കളും ആ പ്രദേശത്തുള്ള ചെമ്മണ്ണൂരുള്ള എല്ലാ ഹിന്ദു കുടുംബങ്ങളും അവൻ്റെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാനും അവൻ ഏത് ബിസിനസ് നടത്തുന്നുവോ അവനെ സഹായിക്കുവാനും ഒരു കൈത്താങ്ങായി നിന്നില്ലെങ്കിൽ ഇതേപോലെ ഓരോ കുടുംബത്തെയും ഇവർ നശിപ്പിക്കുമെന്ന കാര്യം ഹിന്ദുക്കൾ നല്ലവണ്ണം ഓർക്കേണ്ടതാണ്. സാമ്പത്തിക ജിഹാദ് ഹിന്ദുക്കൾക്കെതിരെ ഇവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കാരണമായി ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർ എല്ലാ മേഖലയിലും അത് നടപ്പാക്കി കഴിഞ്ഞു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റു മതവിഭാഗങ്ങളെയും ഇല്ലാതാക്കുന്ന ജിഹാദ് എല്ലാ രാജ്യങ്ങളിലും ഇവർ നടപ്പാക്കുന്നു. അത് ഭാരതത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഭാരതീയർ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന അതേ അവസ്ഥ ഹിന്ദുവിന് വന്നു ചേരും. ഈ വിവാഹം കഴിച്ചിട്ടുള്ള യുവാവിന് എല്ലാ മംഗളാശംസകളും നേരുന്നു. ഒരു പെൺകുട്ടിയെയെങ്കിലും ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. ഇസ്ലാമിസ്റ്റുകളുടെ തടവറയിൽ കിടക്കുന്ന പെൺകുട്ടികളെ മോചിപ്പിച്ച് അവരുടെ ജീവിതം സ്വതന്ത്രമാക്കുവാൻ ഓരോ ഭാരതീയൻ്റെയും കടമ തന്നെയാണ്. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുമാണ്. ഇതൊരു മാതൃകയായി സ്വീകരിച്ചാൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ നാശം ഇതിലൂടെ കണ്ടെത്തുവാൻ ഓരോ ഭാരതീയനും കഴിയും. അതായത് സ്ത്രീകളുടെ മോചനമാണ് ഒരു സമൂഹത്തിൻ്റെ മോചനമെന്ന മുദ്രാവാക്യമായി ഏറ്റെടുക്കേണ്ടതാണ്.